മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ് തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നിരുന്ന സഹീർ ഉസ്താദ് പറഞ്ഞതുപോലെ അനസ് റളിയല്ലാഹു തആല അൻഹു എല്ലാ സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഞാൻ പൊന്നു നബിക്ക് എന്താണ് ഒരുക്കി കൊടുക്കേണ്ടതെന്ന് ഒപ്പം നടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന സഹാബത്ത് ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. റബീഉ ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത തണുപ്പുള്ള രാത്രിയിൽ നമ്മുടെ മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫജ്ർ സ്വാദിഖിന് മുമ്പ് തന്നെ എഴുന്നേൽക്കുകയാ. തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാ. ചൂടുള്ള വെള്ളം അവിടുന്ന് നബിതങ്ങൾക്ക് ആവശ്യമാകുന്നു എന്ന് റബീഉ ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കുന്നു. വേഗം വീട്ടിൽ പോയിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് മുത്ത് റസൂൽ മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. നബിതങ്ങൾക്ക് വുളൂ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളം തയ്യാറാക്കി കൊടുത്തു ഹൈസം റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞിരിക്കാറുണ്ട്. ഒരു പതിവാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞിരുന്നിട്ട് എല്ലാ സഹാബികളോടും ചോദിക്കും, നാളെ നിങ്ങൾക്ക് എന്താണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനത്തിന് ഞാൻ എന്താണ് നിങ്ങൾക്ക് പകരം ചെയ്യേണ്ടത്? എല്ലാ സഹാബത്തും അവിടുന്ന് ഓരോ പകരവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നത് വേണം, ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ റബീഉ ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു പറയുന്നില്ല. മുത്ത് റസൂൽ ചോദിക്കുന്നു, റബിയാ നിനക്കൊന്നും ചോദിക്കാനില്ല റബിയാ. റബീ റളിയല്ലാഹു തആല അൻഹുവോട് ചോദിക്കുകയാണ്, എനിക്ക് രാവിലെ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്ന റബിയാ നിനക്കൊന്നും ചോദിക്കാനില്ലേ? അവിടുന്ന് റബിയ തല താഴ്ത്തിയിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയെ അങ്ങ് സ്വർഗ്ഗമുദ്ഘാടനം ചെയ്തുകൊണ്ട് സയ്യിദുന അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജഹു ആ സഹാബാക്കളോട് കൂടെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ റബിയയെ മറക്കരുതെന്ന് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു മുത്ത് റസൂലിനോട് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം സ്വീകരിക്കുകയാണ്. റബീഅ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വിഷയം സ്വീകരിക്കുകയാണ്. എല്ലാം മുത്ത് റസൂലിൻ്റെ മഹബത്ത് വെച്ചാണ് ഓരോ സഹാബികളും നടന്നിട്ടുള്ളത്. ചരിത്രം വളരെ വിശാലമാണ്. ഇൻഷാ അല്ലാഹ് മുഖ്യപ്രഭാഷകന് സ്റ്റേജ് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് വല്ലാത്ത സന്തോഷവും കൃതാർത്ഥനുമായിട്ടാണ് ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ഇതിനൊരു നഗരിയുണ്ട്, ആ നഗരിക്കൊരു പേരുണ്ട്, മഹാനായ മുസ്തഫ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. ഞാൻ ഇന്നലെ കടകശ്ശേരിയിൽ പോയ സമയത്ത് അവിടുത്തെ പള്ളിയിൽ 10-35 കൊല്ലം ഖത്തീബായി നിന്നിരുന്ന ഉസ്താദ് ഇന്നും അവിടെയുണ്ട്. ഉസ്താദ് പറയാണ്, കണ്ടനകം പള്ളിയിൽ ഒരു മുഅദ്ദിനുണ്ടായിരുന്നു, അദ്ദേഹം സൂഫിയാണ് എന്ന്. സാധാ ഒരു ബാങ്ക് വിളിച്ചിരുന്ന ആളാണ്, അദ്ദേഹം സൂഫിയാണ് എന്ന് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പറയുകയല്ല, ആ ഉസ്താദ് പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. അത്രത്തോളം മഹബത്ത് വെച്ച ആളുകളാണ് ഈ OSFന്റെ സംഘടന. ഏത് കാലത്തും ഏത് പരിപാടി നടത്തും. ഉസ്താദിൻ്റെ മരണം മുതൽ ഇന്ന് വരെ ഒരുപാട് അനുസ്മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നും ഈ സദസ്സിൽ ഉസ്താദിൻ്റെ അനുസ്മരണം നിലനിൽക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് മുസ്തഫ മുസ്ലിയാർ എന്ന നഗരി ഈ നഗരിക്ക് പേരിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾ എങ്ങനെയാണോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് വിട പറയാൻ, ആ ഉസ്താദുമായി നമുക്ക് നാളെ സ്വർഗം പുൽകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരിലും അതുപോലെ ഈ സംഘടനയുടെ OSF എന്ന് പറയുന്ന മഹത്തമായ സംഘടനയുടെ പേരിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.